എന്നെ നായികയായിട്ട് നല്ലൊരു സിനിമ, നല്ലൊരു കഥയായിട്ട് എന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഉറപ്പായിട്ടും വിതൗട്ട് പേയ്മെന്റ് അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. താനെന്താ ഒരു ചത്ത വീട്ടിലിരിക്കുന്ന പോലെ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലയോ, വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് ആർക്കറിയാം. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അത് ഞാൻ ഇപ്പോഴല്ല, ഇതിനു മുമ്പും പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന, എനിക്ക് പെർഫോം ചെയ്യാൻ എന്റെ സോളിനെ ഹാപ്പി ആക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പേയ്മെന്റിന്റെ ആവശ്യം എനിക്കില്ല. അതൊരു അന്തസ്സിന് വേണ്ടി പറയുന്നതാ. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. ഞാൻ അങ്ങനെ പേയ്മെന്റിന് മാത്രം വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റു എന്റെ മോനെ ഭയങ്കരം തന്നെ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോ ശരി പേയ്മെന്റെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ച് കുറച്ച് പേയ്മെന്റ് ചോദിക്കും, അത്രേ ഉള്ളൂ. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതാ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പേയ്മെന്റിന് വേണ്ടി ശ്വാസിക വാശി പിടിച്ചു, എനിക്ക് ഇത്ര പേയ്മെന്റ് കിട്ടിയാലേ ഞാൻ വരൂ, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ ഉറപ്പായിട്ടും പേയ്മെന്റിന് വേണ്ടി ശ്വാസിക വാശി പിടിച്ചു, എനിക്ക് ഇത്ര പേയ്മെന്റ് കിട്ടിയാലേ ഞാൻ വരൂ, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് പെൺകുട്ടിയാണ് നേരത്തോട് പറഞ്ഞത്?